വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന എം.വി. ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് അടക്കം എല്ലാ CPM നേതാക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. നമസ്കാരം. സർപ്പകുലത്തിൽ ഉഗ്രവീര്യമുള്ള തക്ഷകൻ മുതൽ എട്ടടിമൂർഖനും വെമ്പാലയും നീർക്കോലിയും വരെയുണ്ട്. ചേരയും ചെവിപ്പാമ്പും വെറ്റിലപ്പാമ്പും വേറെയുമുണ്ട്. ഇവയെല്ലാം കൂടി ഒന്നിച്ചിറങ്ങില്ല എന്നുള്ളതാണ് മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യം. എന്നാൽ ഉഗ്രവിഷമുള്ളത് മുതൽ ഊതിയാൽ വിഷം പരത്തുന്നത് വരെ ഒരാപത്ത് കാലത്ത് ഒന്നിച്ചിറങ്ങുന്നതാണ് കമ്മ്യൂണിസം എന്ന വിപ്ലവവർഗത്തിൻ്റെ ഗുണം. പിണറായി വിജയൻ്റെ വീടിനുള്ളിൽ ED സംഘം റെയ്ഡിന് ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്തൊരു ഭീകരമായിരുന്നു. ഗേറ്റിന് പുറത്ത് ഗോവിന്ദൻ മുതൽ വീട്ടിലിരിക്കുന്ന മേറൂട്ടിയും ഭർത്താവും വരെ കുത്തിയിരുന്ന് സമരം നടത്തി. തിരുവനന്തപുരത്തെ സകല സഖാക്കളും അവിടെ സംഗമിച്ചു. ആനാവൂർ നാഗപ്പനുണ്ടായിരുന്നു, V. ജോയ് ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, കന്നാസും കടലാസും എന്ന പോലെ ശിവൻകുട്ടിയും സുരേന്ദ്രനും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ചുവന്ന വസ്ത്രവും ധരിച്ച് തൻ്റെ പാർട്ടിക്കൂറ് വെളിവാക്കാനായി കോടിയേരിയുടെ പുത്രൻ ബിനീഷ് ബീഡിയേരിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഗുണ്ടാ സംഘത്തെ വിളിച്ചു കൂട്ടുന്നതിൻ്റെ ചുമതലയെല്ലാം. ഈ സംഭവം നടക്കുമ്പോൾ ബിനീഷ് കോടിയേരി പാർട്ടി അംഗമായിരുന്നില്ല. എന്നാലും റെയ്ഡ് കഴിഞ്ഞ് ED സംഘം ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ച രംഗങ്ങൾ കണ്ട് മലയാളികളെല്ലാം ഞെട്ടിപ്പോയി. ബാഹുബലി സിനിമയിൽ മഹിഴ്മതിയുടെ സാമ്രാജ്യം ആക്രമിക്കാനെത്തുന്ന ക്ഷുദ്ര കാലകേയ ഗോത്രത്തിലെ പ്രാകൃത സൈന്യത്തെ പോലെ ഒരു വരവായിരുന്നു ഗോവിന്ദൻ്റെ സൈന്യം ഇരച്ചുകൊണ്ട്. അവർ പ്രാകൃതകാലത്തെ ഭീകരരൂപികളെ പോലെ അലറി കയ്യിൽ കിട്ടാവുന്നതെല്ലാം എടുത്ത് ED സംഘത്തെ ആക്രമിച്ചു. പിന്നീട് നടന്ന അറസ്റ്റും ആക്രമണകാരികളുടെ കരച്ചിലുമെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ കോളിൽ ഗുണമുണ്ടായത് ബിനീഷിനാണ്. പാർട്ടി അംഗത്വം കിട്ടി. പാർട്ടി ഓഫീസിൽ കയറ്റി ഒളിപ്പിച്ച അക്രമി സംഘത്തെ ഔദാര്യം കാണിക്കുന്നത് പോലെ ജോൺ ബ്രിട്ടാസ് ഇറക്കി കൊടുക്കുകയായിരുന്നു. എന്തായാലും ആ സംഭവത്തോടു കൂടി എത്ര കമ്മികളുടെ വീടാണ് കണ്ണീര് കുടിച്ചത്. അന്ന് എവിടെ നിന്നൊക്കെയോ ഗുണ്ടകളെ സമാഹരിച്ചതും ആ വീടിൻ്റെ മുൻപിലേക്ക് വിന്യസിച്ചതും ബിനീഷ് കോടിയേരിയാണെന്ന ഒരു വാർത്ത പരന്നിരുന്നു. ഈ മകന് പണ്ട് മുതലേ ഇത്തരം കൂട്ടായ്മകളുണ്ട്. അച്ഛൻ തിരുവനന്തപുരത്ത് സർവ്വപ്രതാപിയായി കഴിയുന്ന കാലം മുതൽ ഉണ്ടാക്കി വെച്ച ഒരു സൈനിക വ്യൂഹമാണത്. ഏതായാലും ബിനീഷ് വിളിച്ചു വരുത്തിയവർ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കൃത്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ ആ പ്രതികളിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്ന ലക്ഷണമല്ല. അവിടെ ഈ നേതാക്കളുടെ സാന്നിധ്യമാണ് കൂടുതൽ പ്രവർത്തകർ അവിടെ എത്തുന്നതിന് ഒക്കെ കാരണമായെന്നും അവരുടെ ആഹ്വാനം ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള ആഹ്വാനം അനുസരിച്ചാണ് കൂടുതൽ പേർ എത്തിയതെന്നും വ്യക്തമാകുന്നുണ്ട്. ഗോവിന്ദനും ബ്രിട്ടാസും ശിവൻകുട്ടിയും കടകംകൊള്ളിയും എല്ലാം കുടുങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. ആ നീതായതുകൊണ്ട് കുടുംബത്തോടൊപ്പം കഴിയേണ്ടത് കൊണ്ട് മാത്രം ലുട്ടാപ്പി റഹീം സ്ഥലത്തെത്തിയില്ല. തല്ലുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് ചില പ്രദേശങ്ങളിൽ നിന്നും ഞൊടിയിടയിൽ അദ്ദേഹം അപ്രത്യക്ഷനാകുന്നത് മായാവിയെ പോലെയാണ്. അങ്ങനെ മായാവിയും ലുട്ടാപ്പിയും സമം ചേർന്ന ഒരു കോശസ്ഥിതിയാണ് നമ്മുടെ റഹീമിൻ്റേത്. ഏതെങ്കിലും സമരമുഖങ്ങളിൽ പോലീസ് വണ്ടിക്കുള്ളിൽ കയറേണ്ടി വന്നാൽ പല രീതിയിൽ ആ യാത്ര മുതലാക്കാനും ലുട്ടാപ്പിക്കറിയാം. എന്തായാലും ഉന്നത നേതാക്കന്മാരെ പിടിക്കുന്നതിന് മുമ്പായി തന്നെ ബിനീഷ് കോടിയേരിക്ക് ED സംഘം നോട്ടീസ് കൊടുത്തതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുമ്പിൽ EDക്കെതിരെ AKG സെൻറ്റർ ഒന്നടങ്കം പൊരുതുന്നതിനിടയിൽ കോഴിക്കോട്ട് മരുമകൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയായിരുന്നു. കണ്ണൂരിൽ പിണറായി വിജയൻ്റെ വീടിന് മുമ്പിൽ ഇരുന്നാണ് അവിടുത്തെ പ്രമുഖ നേതാക്കളൊക്കെ പ്രതിഷേധിച്ചത്. എന്നാൽ അവർ തല്ലും പിടിയും ഒന്നും ഉണ്ടാക്കാൻ പോയില്ല. അത്രയും പക്വത പോലും ഗോവിന്ദ സംഘത്തിനുണ്ടായില്ല. എന്തായാലും ഫോൺ വിളിയുടെ വിശദാംശങ്ങളിലൂടെ മാത്രമേ ഇവർക്കൊക്കെ നേരിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയുകയുള്ളൂ. ഏതെങ്കിലും ഒരു നേതാവ് കൃത്യമായ നിർദ്ദേശം കൊടുക്കാതെ ഈ സംഘം പ്രവർത്തിക്കാറില്ല. ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ബിനീഷ് കോടിയേരിയാകാനേ തരമുള്ളൂ. ഭാര്യയെ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് ജീവിതം ഭദ്രമാക്കണമെന്നല്ലാതെ അക്രമ പരമ്പരകൾക്കൊന്നും ആഹ്വാനം കൊടുക്കുന്ന രീതി സരസൻ ഗോവിന്ദനില്ല. EDയെ തടഞ്ഞാൽ വിഷയമാണെന്ന് ബ്രിട്ടാസിനും നല്ലതുപോലെ അറിയാം. ശബരിമല വിഷയത്തിൽ ഏതു നിമിഷവും SIT തന്നെ വിളിപ്പിക്കുമെന്ന ഭയമുള്ളതിനാൽ കടകംകൊള്ളി സുരേന്ദ്രനും ഒരക്രമ പ്രവർത്തനത്തിന് ആളെ കൂട്ടാൻ സാധ്യതയില്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുണ്ടും പൊക്കിച്ചാടി ഡെസ്കിൽ കയറി കമ്പ്യൂട്ടറും മറ്റും വലിച്ചു പറിക്കുന്ന ശിവൻകുട്ടി തല്ലും പിടിയും ഉണ്ടാക്കാൻ കോരിത്തരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതും പിണറായിക്ക് വേണ്ടിയാകുമ്പോൾ പുള്ളിക്ക് ഉശിരും ശക്തിയും കൂടും. എന്തായാലും എല്ലാം പേടിച്ചും ഭയന്നും കഴിഞ്ഞു കൂടുകയാണ്. കർക്കടക മാസം തീർന്ന് ചിങ്ങമുദിക്കുന്നതിന് മുമ്പ് എത്ര എണ്ണം അകത്തു പോകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു പിടിയുമില്ല.
മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അകത്തായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മിണ്ടുന്നില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന് പിണറായി ഭൃത്യനായതാണ്. കണ്ണൂർ മറ്റൊരു ഗുണ്ടാത്തലവൻ ആഭ്യന്തരമന്ത്രിയെ വരെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്നു. ഒളിവിൽ കഴിയുകയാണെങ്കിലും മരമുറി ചാനലുകാരന് ഫോണിലൂടെ അദ്ദേഹം സന്ദേശങ്ങൾ നൽകുന്നു. പാറ്റാ സമരം കഴിഞ്ഞതോടെ റിപ്പോർട്ടർ ചാനലുകാർ ഇപ്പോൾ ആയങ്കിക്ക് പിന്തുണ നൽകുകയാണ്. അർജുൻ എന്ന സ്വർണം പൊട്ടിക്കൽക്കാരൻ ഗുണ്ട ഒളിവിലിരുന്നു കൊണ്ട് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഞാൻ പഠിച്ച ക്ലാസ് മുറി വേറെയാണ് എന്നൊക്കെയാണ്. അവൻ പഠിച്ച ക്ലാസ് മുറി എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്നെ പിന്തുടർന്ന് പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്നാണ് വെല്ലുവിളി. ഭരണം മാറിയിട്ടും അന്വേഷണ സംഘത്തെ തെറിയും ഭീഷണിയും മുഴക്കി വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഗുണ്ട പിണറായി വിജയൻ്റെ ഭരണകാലത്ത് അപ്പോൾ എത്രമാത്രം അഴിഞ്ഞാടിയിട്ടുണ്ടാകും. കുറേ പാവം പിടിച്ച കമ്മികളെ വിളിച്ചു വരുത്തി കുരുതി കൊടുത്ത ശേഷം നേതാക്കന്മാരായി ഞെളിഞ്ഞു നടക്കുകയാണ് ഗോവിന്ദനും സംഘവും. അപ്പോഴും പിണറായി വിജയൻ്റെ കുടുംബത്തിന് ഒരു സുഖക്കുറവുമില്ല കേട്ടോ. ക്ലിഫ് ഹൗസിൽ നിന്നും മാറി കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് എത്തി എന്നത് മാത്രം. തന്നെ പിടിക്കാൻ വന്ന ആക്ഷൻ ഹീറോ ബിജുവിന് നേരെ മുണ്ട് പറിച്ച് കാണിച്ചതിന് ശേഷം വരൂ എന്നെ അറസ്റ്റ് ചെയ്യോ മിസ്റ്റർ പോലീസ് എന്ന് പറയുന്ന അരിസ്റ്റോ സുരേഷിൻ്റെ കഥാപാത്രത്തെ പോലെയാണ് ഈ അർജുൻ ആയങ്കിയുടെ പരിപാടി. സംസ്ഥാനത്തെ ഒരു ആഭ്യന്തരമന്ത്രിയെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒരു വിപ്ലവകാരിയായ ഗുണ്ടയെ വളർത്തിയെടുത്തത് പിണറായി വിജയൻ എന്ന നേതാവും പാർട്ടിയും പകർന്നു നൽകിയ ഊർജമാണ്. കൊടിസുനി എന്ന ക്രൂരനായ കൊലപാതകിക്ക് വഴിനീളം മദ്യപിക്കാൻ അച്ചാറ് നീട്ടിയ പോലീസിൻ്റെ കാലമായിരുന്നു പിണറായി കാലം. എന്തായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് ആയങ്കിയുടെ തീരുമാനം. തങ്ങളെ ചോദ്യം ചെയ്യുന്നത് തടയാൻ ഒരുപക്ഷെ ഗോവിന്ദനും ബ്രിട്ടാസും റഹീമുമൊക്കെ ഹൈക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. ഇതുപോലെ ഒളിഞ്ഞിരുന്ന ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും തെറിവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗുണ്ടയെ ഫോണിൽ വിളിച്ച് അഭിപ്രായമെടുത്ത് അയാളെ ഹീറോ ആക്കുന്ന തരത്തിൽ വാർത്ത കൊടുത്ത മരമുറിക്കാരൻ്റെ ചാനലിനെയും ചോദ്യം ചെയ്യണം.